അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ഹുമസയാണ്. സൂറത്തുൽ ഹുമസ എന്ന് പറഞ്ഞാൽ കുത്തിപ്പറയുന്ന സ്വഭാവത്തിനെ പറ്റിയാണ് ഈ സൂറത്ത്. മക്കായിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെയുണ്ടായിരുന്ന പ്രമാണിമാരും സമ്പന്നന്മാരുമായ ആളുകൾക്ക് അത് പിടിച്ചില്ല എന്ന് ബോധ്യമായി. അവർ പ്രവാചകനെ ആശയപരമായി നേരിടാൻ നോക്കിയപ്പോൾ അത് പറ്റിയില്ല. അപ്പോൾ പ്രവാചകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും ഒക്കെ പരിഹസിക്കാനും അവമതിക്കാനും തുടങ്ങി. അതാണ് ഈ ആയത്തിൻ്റെ പശ്ചാത്തലം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده. വയിൽ, നാശം എന്നാണ് അതിന് പറയുക. നരകത്തിലെ അതിഭയാനകമായ ഒരു ഭാഗമാണതെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അപകടകരമായ കാര്യങ്ങൾക്കും നാശം പിടിച്ചതാണ് എന്ന് പറയാനും വൈല് എന്ന പദം അറബി ഭാഷയിൽ സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. ഒരു നെഗറ്റീവ് അർത്ഥമുള്ള വാക്കാണ് വൈല്, വൈഹ് എന്നൊക്കെ പറയുന്നത്. അല്ലാഹു തആല ഈ വയിൽ എന്ന നാശമുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ വാചകം തന്നെ തുടങ്ങുന്നത്. അതിന് മാത്രം ഗുരുതരമായ ഒരു കാര്യമാണ് പറയുന്നത് എന്നർത്ഥം. നമുക്ക് ഓതി നോക്കാം. വൈലുൻ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തുവാക്ക് പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്നവർക്ക് മഹാനാശം. നരകത്തിലെ വയിലെന്ന ആ പ്രത്യേകമായ നാശത്തിൻ്റെ ദുരന്ത ഭാഗമാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ നിലക്കുള്ള നാശം എന്നർത്ഥമാണെങ്കിലും ശരി, അതാർക്കാണുള്ളത്? വയിലുൻ, മഹാനാശമുണ്ട്. ലിക്കുല്ലി ഹുമസത്തിൻ ലുമസ. വാക്കുകൊണ്ട് മറ്റുള്ളവരെ പരദൂഷണം പറയുകയും പരിഹസിക്കുകയും കുത്തിപ്പറയുകയും ചെയ്യുന്ന ആളുകൾ. അതുപോലെ ലുമസത്ത് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിൽ കൂടിയും ആംഗ്യങ്ങളിൽ കൂടിയും സൂചനയിൽ കൂടിയും മറ്റുള്ളവരെ അവഹേളിക്കുന്നവർ. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ്റെ പ്രബോധനകാലം ആദ്യകാലത്ത് മക്കയിലുണ്ടായിരുന്ന പ്രമാണിമാർ അങ്ങനെ പ്രവാചകനെ അവഹേളിച്ചിരുന്നത് മാത്രമല്ല, എക്കാലഘട്ടത്തിലും സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത് സ്നേഹവും പരസ്പര ആദരവുമാണ്. അതുപോലെ ആശയ കൈമാറ്റമാണ്. ആശയത്തിൽ എതിർക്കാൻ സാധ്യമല്ലെങ്കിൽ, ആശയപരമായി പ്രതിരോധിക്കാൻ കഴിയില്ലെങ്കിൽ പരിഹസിക്കുകയും കുത്തുവാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യലല്ല ന്യായം. ഇനി മനുഷ്യ ജീവിതത്തിലും തന്നെ മറ്റുള്ളവരെ കുത്തിപ്പറയുക, മറ്റുള്ളവൻ്റെ നേരെ ദുസ്സൂചനകൾ, കണ്ണുകൊണ്ട് സൂചന, പരിഹാസ സൂചന കാണിക്കുക, കൈകൊണ്ട് സൂചന കാണിക്കുക, ദുസ്സൂചന കാണിക്കുക, അതുപോലെ അനാവശ്യമായ വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുക, ഇതൊന്നും ലോകത്ത് ഒരു കാലത്തും മനുഷ്യ സമൂഹത്തിന് പാടില്ല. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. അതുകൊണ്ടാണ് കുല്ല്, എല്ലാവർക്കും, ഹുമസത്തും ലുമസത്തുമായിട്ടുള്ള എല്ലാവർക്കും മഹാനാശം. അല്ലദീ ജമഅ മാലം വഅദ്ദദ. സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും അത് എണ്ണിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. അദ്ദദ എന്ന് പറഞ്ഞാൽ അതത്, എണ്ണം. അദ്ദദ എണ്ണിക്കൊണ്ടിരുന്നു എന്നാണ്. അതായത് തൻ്റെ സമ്പത്ത് മതി, അതെനിക്ക് ഇത്രയുണ്ട്, അവർക്കത്രയില്ല, മുഹമ്മദ് ദരിദ്രനാണ്, ആദ്യകാല വിശ്വാസികൾ ദരിദ്രന്മാരാണ്, ഞങ്ങൾ സമ്പന്നന്മാരാണ്, ഞങ്ങൾക്ക് അത്ര കൃഷിയുണ്ട്, ഇത്ര ഒട്ടകങ്ങളുണ്ട്, ഇത്ര ദീനാറുണ്ട്, ദിർഹമുണ്ട് എന്നിങ്ങനെ പെരുമ പറഞ്ഞ് ദുരഭിമാനത്തോടുകൂടി ജീവിക്കുകയും തന്നോട് യോജിക്കാത്ത, തന്നെ ആദരിക്കാത്ത
എല്ലാവരെയും പരിഹസിക്കുകയും കുത്തിപ്പറയുകയും ചെയ്യുന്ന ആ സ്വഭാവം ആർക്കൊക്കെയുണ്ടോ അവർക്കൊക്കെ വൈലുൻ, നാശം. സ്വാഭാവികമായും സമ്പത്ത് കൂടുകയും അതോടൊപ്പം സമ്പത്ത് നേടണം എന്ന ഒരു ആഗ്രഹത്തിൻ്റെ, ഭൗതികമായ നേട്ടത്തിൻ്റെ അപ്പുറം അള്ളാഹുവിങ്കൽ നിന്ന് രക്ഷ കിട്ടണം എന്നാഗ്രഹിക്കാത്ത ആളുകളിൽ നിന്നാണ് ഇത്തരം സ്വഭാവങ്ങൾ കൂടുതൽ വരിക. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. അതാണിവിടെ സൂചന നൽകുന്നത്. അല്ലദീ ജമാ മാലൻ വഅദ്ദദ, സമ്പത്ത് ശേഖരിക്കുകയും അതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. അതായത് അതിങ്ങനെ എണ്ണം പറ, ഇത്രയുണ്ട് അത്രയുണ്ട്. അല്ലെങ്കിൽ പണം കൂടുതലുണ്ടാകുമ്പോൾ അതിങ്ങനെ ഇടക്കിടക്ക് എണ്ണി നോക്കിക്കൊണ്ടിരിക്കും. പിശുക്കന്മാരുടെ സ്വഭാവമാണ്. അങ്ങനെ സമ്പത്തിൽ മാത്രം തൻ്റെ വിജയത്തിന് നിദാനമാണെന്ന് വിചാരിക്കുന്ന ആളുകൾ, അവർ സമൂഹത്തിൽ ഇത്തരം അനാവശ്യ സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നാശമായിരിക്കും.